അപ്പൊ ഇനി നാദുലാബാസിന്റെ മോൾക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി മല കയറാൻ നിൽക്കണം. വണ്ടിയിലാണ് മല കയറാൻ. സാധാ പ്രോഗ്രാം അതെ, ഞങ്ങള് ഓരോരുത്തരുടെ മുന്നിൽ തല്ലും, ഇരിക്കാൻ തല്ലാണ്. നല്ല തണുപ്പുണ്ട്. ഇനി അവിടെ എത്തുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അവൻ നല്ലതാണ് അപ്പൊ ഓരോ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. ഒരു തക്കടിക്കണ്ടേ ഇടക്കിടക്ക് പിന്നെ തക്ക. കാറ്റാണ് പുറത്തുണ്ട്, കാറ്റാണ് പുറത്തുണ്ട്. അങ്ങനെ നമ്മൾ നാദുലാബാസിലേക്ക് പോണ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിക്കിമിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ഗാങ്ടോക്കിൽ നിന്ന് ഏകദേശം 58 കിലോമീറ്റർ അകലെയാണ് ഈ നാദുലാബാസ് വരുന്നത്. ഒരുപാട് ചുരങ്ങളും മലകളും കുന്നുകളൊക്കെ കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് എത്താൻ. 14,100 അടി ഉയരത്തിലാണ് നാദുലാബാസ് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ തടാകങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൽ ഫേമസ് ആയിട്ടുള്ള തടാകമാണ് ചങ്കു ലേക്ക്. അവിടെ കുറേ യാക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ പുറത്ത് കയറി നമുക്ക് സഫാരിയൊക്കെ ചെയ്യാം. മഞ്ഞ് വീണ് ഇപ്പൊ മഞ്ഞ് വീഴ്ചല്ല, പക്ഷെ മഞ്ഞ് വീണ് നടക്കുന്നുണ്ട്. മഞ്ഞിലിത് മൂത്രം വയ്ക്കണോ? ഇന്ത്യൻ ബോർഡർ. ഇന്ത്യൻ ബോർഡർ, ചൈന ബോർഡർ ഇത്രയാണ്. ചൈന ബോർഡർ. ഞങ്ങള് ജാഥയായിട്ട് നാദുലാബാസ് കയറാൻ പോവാണ്. ഇവിടെ കുറുക്ക് വഴി ഉണ്ട്. ഇത്രത്തേന് മല കയറാണ്. ദുർഘട പിടിച്ച വഴികൾ ചാണ്ടി ഞങ്ങള് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് റോഡ് മാർഗം പോകാവുന്ന ഏക സഞ്ചാരപാതയാണ് നാദുലാബാസ്. അപ്പം നാദുലാബാസിലേക്ക് പോകാൻ നമുക്ക് മുൻകൂട്ടി പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനു വേണ്ടി നമ്മൾ ട്രാവൽസിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് മുൻകൂട്ടി നമുക്ക് സൈറ്റ് വഴി നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോയും ഐഡൻറ്റി കാർഡും നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. ഏകദേശം ഒരാൾക്ക് 1000 രൂപ അടുത്താണ് നമുക്ക് വില ചാർജ് വന്നിട്ടുള്ളത്. അതുപോലെ ഇന്ത്യക്കാർക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ചൈന ഇന്ത്യയായിട്ട് ബോർഡർ പങ്കിടുന്ന സ്ഥലമാണിത്. ഇതൊക്കെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ തല്ല, ഭയങ്കര ബിസി. ഈ വരി നിന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ. ഈ വരി കയറിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ. ഇതുവരെ കുഴപ്പമില്ല, ഭയങ്കര ടയർഡാവും.
ഭയങ്കര തലചുറ്റലും ഒക്കെ വരുന്നുണ്ട്. ഇത് എത്ര ഹൈറ്റാണ്? 14,000 അടി ഉയരത്തിലാണ് ഇതുള്ളത്. അതെ, ഈ കാണുന്ന ബിൽഡിങ് ചൈനയാണ്. ഞങ്ങളുടെ ഇറങ്ങണം, ഇനി താഴത്തേക്ക് ഇറങ്ങണം. നാഥുലാ പാസ് കണ്ടിട്ട് ഇനി താഴത്തേക്ക് ഇറങ്ങണം. താഴേക്ക് അങ്ങ് ഇറങ്ങി പോകണം. കയറാൻ ബുദ്ധിമുട്ടില്ല, ഇനി ഇറങ്ങാൻ വലിയ പ്രശ്നമൊന്നുമില്ല. കയറാനും തന്നെ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടണ പോലൊക്കെ തോന്നും. ഇവര് ഓക്സിജൻ ഉണ്ടാക്കണമെന്ന്. ഇവിടെ കുറച്ച് സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടിട്ട് ഇരുന്ന നാത്തോല പാസിന്റെ ഇത് നീലാകാശം. എങ്ങനെ ഒന്നോട് പറഞ്ഞ രണ്ട് കുഞ്ഞുവാവള് ക്ഷീണിച്ചിരിക്കണുണ്ടോ മല കയറിയിട്ടേ. നാഥുലാ പാസ് കാണാൻ വന്നിട്ട് ക്ഷീണിച്ചിരിക്ക. ആയി പറഞ്ഞ അതിനുള്ള ഇതുണ്ടോ, ഊർജം ഉണ്ടോ? ആയിക്ക് അത്ര ഊർജം പോരാ. അവിടെ ഒരാൾ സെൽഫി എടുക്കണം. അധിക ദൂരമൊന്നും നടക്കാൻ കഴിയില്ല. അത് മലയുടെ മുകളിലാണ്, ഓക്സിജന് കുറവാണ്. അപ്പൊ നമ്മളിതാ ഇങ്ങനെ കർപ്പൂരം സ്മെല്ല് ചെയ്യാണ്. ഇവരൊക്കെ ക്ഷീണിച്ചിരിക്കണുണ്ടോ? നാഥുലാ പാസ് കാണാൻ വന്ന ഗാഡികളാണ്, വണ്ടികളാണ്. ഇതാ സ്ലിപ്പാവണം നോക്കണം. ഇങ്ങനെ പതിയെ പിടിച്ചിറങ്ങാനേ കഴിയും. കുത്തനെയുള്ള ഇറക്കാൻ. ഇതൊക്കെ ഇതിൽ കിട്ടുന്ന കാഴ്ചയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് നമുക്ക് പോവാം. അവിടെ പാസ് ഉണ്ട്, അവിടെ ഗേറ്റ് ഉണ്ട്. ഇതിന്റെ അപ്പുറം ഗേറ്റ് ആയിരുന്നു. ഗേറ്റ് തുറക്കും അർജന്റ്. ഇപ്പൊ അടച്ചിരിക്കാണ് അർജന്റ്. അത്യാവശ്യം വരുമ്പോഴൊക്കെ ഗേറ്റ് തുറക്കും. ഇങ്ങനെ കൊടി കൊണ്ട് ഉയർത്തുന്നുണ്ട്. ഇതൊക്കെ നാഥുലാ പാസ് കാണാൻ വന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജോഗ്രഫി, ഗോരഖ്പൂരിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജോഗ്രഫി. ഇത് അവരുടെ ടീമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജോഗ്രഫിയിലാണ്. നമുക്കും ഇങ്ങനത്തെ ഒരു കൊടി കൊടുത്താൽ മതിയായിരുന്നു. ആ പോണം ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സിക്കിമിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.